അസ്സലാമലൈക്കും ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ക്രീമി കത്തായിഫിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറേബ്യൻ സ്വീറ്റാണിത്. കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. നമുക്ക് ഫ്രൈ ചെയ്യാനോ ഒന്നുമില്ല, വളരെ ഈസിയാണ്. കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ കത്തായിഫ് ഡോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കപ്പളവാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിന് അളന്നെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. എപ്പോഴും മൈദയുടെ പകുതിയായിരിക്കണം റവ. അത് നിങ്ങൾ 1 കപ്പ് മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് റവ എടുത്താൽ മതി. ഇപ്പോൾ ചെറിയ തരിയുള്ള റവ എടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ബേക്കിംഗ് പൗഡറും സോഡയും ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതി. എന്നാലും കത്തായിഫ് നന്നായിട്ട് തന്നെ കിട്ടും. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചെറിയ ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 കപ്പ് വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മാവൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് 3ാമത്തെ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ചൂടാവണ്ട കേട്ടോ, ചെറിയൊരു ചൂട് മാത്രം മതി. അപ്പോൾ നമ്മൾ 3ാമത്തെ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ നമുക്കിതൊന്ന് കട്ടയില്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു വിസ്കോ അല്ലെങ്കിൽ ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് കിട്ടുക. വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നാൽ ഇത്രയും ഒരു ഇതായിട്ടാണ് കിട്ടുക. ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാണ്ട്. ഇനി ഇത് അടച്ച് ഒരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു 300 ml പാൽ ഞാനൊരു സോസ് പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർത്താൽ തന്നെ നല്ല മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കുക. ഇനി നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് പാലിൽ കലക്കി എടുത്തിട്ടുള്ളതാണ്, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് കുറുക്കിയെടുത്താൽ മതി. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടി കരിഞ്ഞു പോവും. അപ്പോൾ നല്ല പോലെ തന്നെ ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പാലിൻ്റെ മിക്സ് നന്നായിട്ട് തന്നെ കുറുകി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു 100 ml ഫ്രഷ് ക്രീമും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നമുക്കിത് ക്രീമിൽ മാത്രം നമുക്കിതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് നമുക്ക് ക്രീം ഉണ്ടാക്കാം. മറ്റേത് ഫ്രഷ് ക്രീം മാത്രമാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഫ്രഷ് ക്രീം വേണം. ഇങ്ങനെ ആകുമ്പോൾ കുറച്ച് മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു 1/2 മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് തുറന്നിട്ടുള്ളതാണ്. ഈ ഒരു പാകത്തിനാണ് നമ്മുടെ മാവ് ഉണ്ടാവേണ്ടത്. ഇനി ഒരു ചൂടായ തവയിലോ ഒരു പാനിലോ നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ചെറിയ പാൻ കേക്കിൻ്റെ വലുപ്പത്തിൽ ഓരോന്നായിട്ട് ചുട്ടെടുക്കുക. ഇപ്പോൾ തവ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഒഴിക്കുക. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ അടി പെട്ടെന്ന് കരിയും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഓരോന്ന് ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ ഈ കത്തായിഫ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത്. നമ്മൾ ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടാണ് ഇത് ഇത്രയും സോഫ്റ്റ് ആവുന്നത്. ഈസ്റ്റ് ചേർത്താലും നല്ല പോലെ തന്നെ ആയി കിട്ടും. ബേക്കിംഗ് പൗഡർ മാത്രം നമ്മൾ അല്ലെങ്കിൽ സോഡ മാത്രം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും നന്നായിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ ഓരോന്നും നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഇതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ഒന്നിച്ച് തന്നെ ചേർക്കുക കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ ഒരുമിച്ച് തന്നെ ചേർക്കുക. ചിലർ വിചാരിക്കും ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതി എന്ന്. അങ്ങനെ വിചാരിക്കരുത്. രണ്ടും ഉണ്ടെങ്കിൽ തന്നെ നമുക്കിത് ഇത്രയും കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതിലും ചെറുതാക്കി ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും ചെറുതാക്കി ചുട്ടെടുക്കണമെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. ഇതിൻ്റെ കുറച്ച് വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചുട്ടെടുത്തിട്ടുള്ള ഓരോന്നിലും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ക്രീം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കുക. എന്നിട്ട് ബാക്കി ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും. ഇപ്പോൾ ക്രീം നന്നായിട്ട് തണുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല കട്ടിയായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരുപാട് തണുത്തിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇതുപോലെ ആദ്യം ഒന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം ക്രീം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ നമ്മളുടെ സൗകര്യം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ബാക്കിയെല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും.
അപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെ മുകളിലും കുറച്ച് പിസ്ത ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്, ഫ്രൈ ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.